ഹലോ അസ്സലാമു അലൈക്കും എവ്രിവൺ. അപ്പോൾ അതാ വേറൊരു പുതിയ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ, കുഞ്ഞു പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഉള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ന്യൂ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നേരത്തെ തന്നെ എണീച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്നിട്ട് ബാത്റൂമിലൊക്കെ പോയി വന്ന് എല്ലാ കാര്യങ്ങളും തീർത്ത് കിച്ചണിൽ വന്ന സീനാണ് ഈ കാണുന്നത്. ഇപ്പോഴും 5 മണി ആയിട്ടില്ല, സമയം നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ഇതാ ചായ ആയിട്ടുണ്ട്. ഇവിടെ കാടമുട്ട അവൾക്ക് ഇഷ്ടമാണ്, സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വിചാരിച്ചിട്ട് വെച്ചതാണ്. ഐബക്കിനും രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അങ്ങനെ അതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് വെക്കണം. ഇതും ഇഷ്ടമാണ്, ഇഡ്ഡലി പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നൂലപ്പം ഇഷ്ടമാണ് ഇസ്രാക്ക്. പക്ഷേ ഇന്ന് എന്തോ കഴിച്ചില്ല. ഞാൻ നേരത്തെ നീച്ച് ഉണ്ടാക്കിയത് തോന്നുന്നു. അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. വറുത്തരച്ച് ഓൾറെഡി നമ്മളടുത്ത് ഉമ്മ കൊടുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ അതാ നല്ല ഗ്രീൻ പീസ് കറിയും നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ആപ്പിളൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇസ്ര മാത്രം പോകുന്നുള്ളൂ, ലായ്ക്ക പോകുന്നില്ല. ലായ്ക്കാക്ക് വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെ ഇതാ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ബ്രഷ് ചെയ്ത് ഫ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആൾക്ക് ബോധം വന്നത്. അപ്പം എന്നോട് എന്തൊക്കെയോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ ക്ലാസ് മാറി കയറി അങ്ങനെ എന്തൊക്കെയോ ഒരു കഥ പറഞ്ഞ് അങ്ങനെ നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതാ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ചായ കൊടുക്കൽ. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവസാനം ഞാനൊരു ആപ്പിളിൻ്റെ പകുതി കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇതാണ് ലഞ്ച് ബോക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ച് നൂലപ്പവും അതുപോലെ ഗ്രീൻ പീസ് കറിയും പിന്നെ ഈ കാടമുട്ടയുടെ ഉണ്ണില്ലേ അതിൻ്റെ യെല്ലോ അത് കഴിക്കില്ല. അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്തത്തെ തോല് എന്ന് പറയുക, ആ വൈറ്റ് മാത്രം മതിയെങ്കിൽ അതെന്ന് വിചാരിച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്കൂളിൽ എന്തോ കലണ്ടറിൻ്റെ ആവശ്യത്തിന് 10 ദിർഹംസ് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗിൽ എവിടെ വെച്ച് കൊടുത്തിക്കണമെന്ന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ആപ്പിൾ തിന്നണ സീനാണ് ഈ കാണുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വയറ്റിലേക്ക് ആക്കി കൊടുത്തിട്ട് മുടിയൊക്കെ കെട്ടി സുന്ദരിയാക്കി പറഞ്ഞ് അയച്ചിട്ടുണ്ട് ആളെ. പിന്നെ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതൊക്കെ മേടിക്കുന്ന ഒരു കുഞ്ഞ് ഗ്രോസറി ഷോപ്പിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തേച്ച് കൊടുത്തിട്ടുള്ളത് മോയ്സ്ചറൈസറാണ്. തേച്ച് സോക്സൊക്കെ ഇട്ടെടുത്തിട്ട് താഴെ പോവുകയാണ് ബസ് കയറ്റാൻ. അപ്പോൾ ലായ്ക്കുന്ന വർക്ക് ഫ്രം ഹോം ആയ കാരണം താഴെ വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇസ്രാക്ക് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ രാവിലെ എണീക്കലും പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റൊക്കെയാണ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്ര കാലം ഇവിടെ വന്നിട്ട് എനിക്കിവിടെ ആരായിട്ടും ഒരു പരിചയവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇതൊക്കെ കണ്ടില്ലേ കുറേ അമ്മമാരൊക്കെ വന്നിക്കണേ. അവരായിട്ട് കമ്പനി ആയപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മളെ സെയിം ബിൽഡിങ്ങിൽ നമ്മൾ തൊട്ട് അയൽവാസികളുണ്ടെന്ന്, പൊന്നാനിക്കാരുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ നല്ല കമ്പനി ആയിട്ട് എല്ലാവരായിട്ടും അങ്ങനെ ഇസ്രാനെ പറഞ്ഞയച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്. ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് ഐബക്കിനുള്ള ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ മുടി അങ്ങനെ നിൽക്കണത് നോക്കണ്ട, അത് ഉറങ്ങി എണീറ്റ് വന്നാലുള്ള സീനാണത്. ഇനി ഒന്ന് കുളിച്ച് കഴിഞ്ഞാലാണ് പഴയ രൂപത്തിലേക്കാവുള്ളൂ. അതാണ് മുടി അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒട്ടും എണ്ണ ഉണ്ടാവില്ല ഉറങ്ങി നീച്ച് വന്നു കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവും ഹെയർ. വേഗം അടുത്ത എണ്ണ ഇട്ടിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനെ കേളിയായിട്ട് നിൽക്കുള്ളൂ. ഇനി ഒരൊറ്റ ഉറക്കമാണ്. ഇനി ഇസ്ര വരുമ്പോൾ ഞാൻ എണീക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് കിച്ചണിൽ കയറിയാൽ മതിയുള്ള രീതിയിലാണ് കിച്ചണാക്കിയിട്ടിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങും പോയിട്ട്. അപ്പോൾ അതാ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായി എണീച്ചിട്ടുണ്ട്. ഇനി ഐബക്കിനൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. ഇനി ചോറ് വെക്കണം, താഴെ പോകണം, ഇസ്രാനെ വെയിറ്റ് ചെയ്യണം. പിന്നെ വല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്യണം താഴെ പോയിട്ട്. നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഇങ്ങനെ ആയോണ്ടിരിക്കുകയാണ്. പക്ഷേ രാവിലെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ പോയി നിൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല അത്യാവശ്യം വെയിലുണ്ട്. അങ്ങനെ ഞാനിവിടെ രാവിലത്തെ കഴുകി വെച്ച പാത്രങ്ങളില്ലേ
അതൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ പകുതി പണി വേഗം കഴിയും. കുറച്ച് വൃത്തിയായ പോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് റീസ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇപ്പോൾ ചോറ് വെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു നേരത്തെ ചോറാണ് വെക്കുക. രാത്രിക്ക് വേണമെങ്കിൽ ഞാൻ അപ്പോൾ വേറെ വെക്കലാണ്. പിന്നെ ഓൾമോസ്റ്റ് രാത്രി വല്ല ചപ്പാത്തി അല്ലെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ കറി റെഡി ആക്കുന്നത്. അപ്പോൾ ലൈക്കാനോട് പറഞ്ഞ് വെച്ചിട്ട് ഞാനും ഐബക്കുമാണ് ഇസ്രാനെ വിളിക്കാൻ താഴെ പോണത്. അപ്പോൾ നമ്മളാൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു സാധനം കഴിച്ചിട്ടില്ല. രാവിലെ ഒരു പകുതി ആപ്പിൾ കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് ലഞ്ച് ബോക്സ് തുറന്നു നോക്കിയപ്പോഴും അതാ കൊണ്ടുപോയത് അതുപോലെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇടിഞ്ചക്ക നമുക്ക് നമ്മളെ ഒരു ലൈക്കിൻ്റെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു, അബുദാബിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്നതാണ്, ഇപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വൃത്തിയാക്കി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഞങ്ങളത് അങ്ങോട്ട് ഉപ്പേരിയാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് പറഞ്ഞ് അത് ഉപ്പേരി ലൈക്കുണ്ടായിക്കൊണ്ട് മറന്നോ പറഞ്ഞിട്ട് അത് ലൈക്ക് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു മോർണിംഗ് സ്നാക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. ചക്രമത്തിയാണ് ഇന്നത്തെ സ്നാക്ക്, മക്കൾക്കൊക്കെ കൊടുത്ത് കഴിച്ചിട്ടുണ്ട്. ഞാനതാ ഉപ്പേരി എന്തൊക്കെയോ കാട്ടിയിട്ട് റെഡിയാക്കിയിട്ടിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. ഹോംവർക്കൊക്കെ കൊടുക്കൽ തുടങ്ങിയിരിക്കുന്നത് സ്കൂളിൽ നിന്ന്. അങ്ങനെ സ്കൂളിൽ നിന്ന് ചെയ്ത ആക്ടിവിറ്റിയൊക്കെ എന്തൊക്കെ കാണിച്ചു തന്ന്. അപ്പോൾ അതാ 4 ലൈനിലാണ് എഴുതാൻ പഠിപ്പിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആൾ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം KG അങ്ങനെ പോയിട്ടില്ല, നാട്ടിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണല്ലോ. അപ്പോൾ 4 ലൈനൊന്നും ഇപ്പോൾ എടുത്തില്ല. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ തീർത്ത് ഒന്ന് ക്വിക്കായിട്ട് എന്താ പറയുക ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ജസ്റ്റ് അടിച്ചു വരാൻ മാത്രമേ ഉള്ളൂ. തുടക്കാനും തിരുമ്പാനും മടക്കി വെക്കൽ അതൊന്നുമില്ല. അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ എന്നും തുടക്കില്ല, 2 ദിവസം കൂടുമ്പോൾ തുടക്കുക. പിന്നെ തിരുമ്പാൻ അത്യാവശ്യം ഡ്രസ്സ് ആകുമ്പോൾ മാത്രം വാഷിംഗ് മെഷീനിൽ തിരുമ്പുള്ളൂ. അപ്പോൾ ആ പണിയൊന്നും ഇന്നില്ല, അതൊക്കെ കഴിഞ്ഞിരിക്കണം ഇന്നലെ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് മക്കൾക്കും ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കണം. അത്രേ ഉള്ളൂ. എനിക്ക് കാര്യമായിട്ട് പണികളൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ ചോറ് കഴിച്ചാൽ അറിയാമല്ലോ, നമ്മളവിടെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വികൃതി എന്താ പറയുക, എല്ലായിടത്തും അവൻ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിലത്തെ കോഴിമുട്ട വെച്ചിട്ടാണ് കളിക്കണത്. അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും നമ്മൾ എവിടെ ഐബക്ക എവിടെ ഇങ്ങനെ നോക്കി നടക്കണം. എന്തെങ്കിലും ഒപ്പിച്ചൊക്കെ ഉണ്ടാവും. അവൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവനെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും ഒപ്പിച്ചെക്കുന്നുണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കലും അതിൻ്റെ ക്ലീനിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കിച്ചൺ അടച്ചു കഴിഞ്ഞാൽ ഇനി വരില്ല, ഇനി രാത്രി നോക്കിയാൽ മതി. അപ്പോൾ ആ പണി കഴിഞ്ഞൊന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേഗം ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സാധനം മേടിക്കാൻ പോകണമെന്ന്. അപ്പോൾ ലൈക്കാൻ്റെ ഓഫീസ് കഴിയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ പോവുക. വർക്ക് ഫ്രം ഹോം ആയ കാരണം ഒരു 5 മണി വരെ എന്തായാലും ഇരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ്. മക്കളൊക്കെ ഒന്ന് വേഗം ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നും ഒന്നും ഇങ്ങനെയല്ല ചെയ്യൽ. ഇന്നിപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോകാനുണ്ട്. ഇനി എപ്പോഴാണ് ലേറ്റ് ആയിട്ടാണോ വരിക ഒന്നും അറിയാത്ത കാരണമാണ് ഞാൻ ഇസ്രാൻ്റെ ഹോംവർക്കൊക്കെ വേഗം തന്നെ തീർത്തത്. പിന്നെ എവിടേക്കെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും കരഞ്ഞിട്ടാവും. അതൊന്നല്ലെങ്കിൽ ഇസ്ര, അപ്പോൾ ഐബക്ക് ചിരിച്ചുകൊണ്ടാവും. ഐബക്ക് ചിരിച്ചിട്ടാണെങ്കിൽ ഇസ്ര കരഞ്ഞുകൊണ്ടാവും. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിഷ് വാഷ്, ലിക്വിഡ്, ഡിറ്റർജൻറ്റ്, ഹാർപ്പിക്ക്, ഡെറ്റോൾ, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മെയിനായിട്ട് മേടിക്കണം. പിന്നെ അവിടുത്തെ എന്താ പറയുക ഗാർഡനിൽ നല്ല മുല്ലപ്പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും നല്ല മുല്ലപ്പൂവൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നേരെ സഫാരിക്ക് പോലെ അവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ചേറെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കുകയാണ്. നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഫുഡ് കോർട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ പറഞ്ഞ് ഇന്ന് രാത്രിത്തെ ഫുഡ് അപ്പോൾ ഇവിടുന്ന് ആവാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കഴിക്കാൻ നിന്നിട്ടില്ല, നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ നല്ല എന്താ പറയുക തന്തൂരി ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇനി എന്തൊക്കെ മേടിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. കാരണം ഇനി നെക്സ്റ്റ് മന്തിലാവും ഷോപ്പിങ്ങിന് വരിക. അപ്പോൾ എന്താ പറയുക എല്ലാതും നമുക്ക് എന്തായാലും സ്റ്റോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇവരെ കാര്യം ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല, ഇങ്ങനെ ഓടി നടക്കും അവിടെ ഫുള്ള്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ കണ്ടാം നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം ഫുള്ള് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബില്ലടിക്കുമ്പോൾ ലായിക്കാൻ്റെ മുഖമൊക്കെ നോക്കണം. അവസാനം ലായിക്ക ഒരു ഡയലോഗ് ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണം.
ഇതന്നെ കടയിൽ കൊടുക്കാനുള്ള അവസ്ഥ അതാണ് ഇതിന്റെ അവസ്ഥ. ബില്ലുകൾ കഥ പറയും. ഇനിയൊന്നുമില്ല, ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി ഈ മേടിച്ച സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം, ഫുഡ് കഴിക്കണം, ഇസ്രാനെ നേരത്തെ പിടിക്കെടുത്തി ഉറക്കണം, നാളെ നേരത്തെ എണീക്കാനുള്ളതാണ്. പിന്നെ ലാക്കിൻ്റെ അനിയന് മിക്ക ദിവസം രാത്രി ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരലുണ്ട്. അപ്പോൾ അവന് വന്ന് അവനക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ എന്നും ഇതുപോലൊന്നല്ല, പക്ഷേ ഇന്നത്തെ ഒരു ദിവസം മാത്രം ഞാനൊരു വീഡിയോ ആക്കി ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ ചെയ്യാം. പക്ഷെ ഓരോ ദിവസം ഓരോ റൂട്ടീനായിട്ടുള്ളത്. എന്തോ പറയാണ്ട് തോന്നണേ. അങ്ങനെയാണ് എൻ്റെ പോക്കറ്റ് കാലിയായത്. അപ്പോൾ ഇനി ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ഞങ്ങൾക്ക് നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എണീക്കാനുള്ളത്. അപ്പോൾ ഞാൻ അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ട കിച്ചണാണ് ഈ കാണുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വെച്ചല്ലാണ്ട് ഇനി സമാധാനം ഉണ്ടാവില്ല. പിന്നെ നാളെ ഇസ്രാക്ക് സ്കൂളിൽ ലൈക്കാക്ക് ഓഫീസുണ്ട്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് പണികൾ കൂടി വേറെ ഉണ്ട്. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് പിന്നെ വരാം. ബൈ.